യുഎസിന്റെ പകരച്ചുങ്കം നടപ്പാക്കും മുൻപ് ഇന്ത്യ ഒട്ടേറെ യുഎസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറച്ചേക്കുമെന്ന് സൂചന. യുഎസ് തുടങ്ങിവെച്ച തീരുവ യുദ്ധത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. യുഎസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബദാം, വാൾനട്ട്, ക്രാൻബെറി, പിസ്ത തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. യുഎസിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ തീരുവ കഴിഞ്ഞ 2 മാസത്തിനിടെ ഇന്ത്യ കുറച്ചിരുന്നു. ബർബൻ വിസ്കി മുതൽ വില കൂടിയ ബൈക്കുകൾ വരെ ഇതിൽ ഉൾപ്പെടും. ഇതിനു പുറമെ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനും ടെസ്ലയ്ക്കും ഇന്ത്യയിലേക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. അതേസമയം താരിഫ് യുദ്ധത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നരേന്ദ്രമോദിയെ വളരെ തന്ത്രശാലിയായ മനുഷ്യനെന്നും എന്റെ മികച്ച സുഹൃത്തെന്നും വിശേഷിപ്പിച്ച ട്രംപ് താരിഫ് ചർച്ചകൾ ഇന്ത്യയ്ക്കും യുഎസിനും ഗുണകരമാകുമെന്നും പറഞ്ഞു. ഇന്ത്യയും മറ്റു രാജ്യങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്ന ഉയർന്ന താരിഫുകളെ ട്രംപ് ആവർത്തിച്ചു വിമർശിക്കുന്നതിനിടെയാണ് ഈ പ്രസ്താവന. പ്രധാനമന്ത്രി മോദി അടുത്തിടെയാണ് ഇവിടെ വന്നത്. ഞങ്ങൾ എപ്പോഴും വളരെ നല്ല സുഹൃത്തുക്കളാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അത് ക്രൂരമാണ്. അവർ വളരെ തന്ത്രശാലികളാണ്. അദ്ദേഹം വളരെ തന്ത്രശാലിയായ മനുഷ്യനും എന്റെ മികച്ച സുഹൃത്തുമാണ്. ഞങ്ങൾ ചർച്ചകൾ നടത്തി. ഇന്ത്യക്കും യുഎസിനുമിടയിൽ അത് വളരെ നന്നായി വരുമെന്ന് ഞാൻ കരുതുന്നു, ട്രംപ് വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ പറഞ്ഞു. മോദി ഒരു മികച്ച പ്രധാനമന്ത്രിയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നതായും ട്രംപ് പറഞ്ഞു.